15 മാസങ്ങൾക്കിപ്പുറം യുദ്ധം ബാക്കിവെച്ച മണ്ണിലേക്ക് കണ്ണീർ നനവുള്ള പ്രാർത്ഥനയോടെ ഒരു ജനത മടങ്ങിയെത്തി. 6 പതിറ്റാണ്ടുകൊണ്ട് കെട്ടിപ്പൊക്കിയ വികസനങ്ങളെല്ലാം നിലംപൊത്തിയത് അവർ കണ്ടതാണ്. എന്നിട്ടും മറ്റൊരിടത്തേക്ക് പോയാൽ അഭയാർത്ഥികളായോ രണ്ടാം പൗരന്മാരായോ ദുരിത ജീവിതം പേറേണ്ടി വരുമെന്ന ഭീതിയാണ് അവരെ തിരിച്ചെത്തിച്ചത്. ആ നഗരത്തിൻ്റെ പേര് ഗാസ. പിറവി പോലും രേഖപ്പെടുത്താത്ത ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തോളം പഴക്കമുള്ള ചെറുത്തുനിൽപ്പിൻ്റെ അടയാളം. അവിടെ ഇപ്പോഴും ചില കഴുകന്മാർ വട്ടമിട്ട് പറക്കുകയാണ്. ഗാസ ഇടിച്ചു നിരത്തപ്പെട്ട സ്ഥലമാണ്, അവശേഷിക്കുന്നത് കൂടി നിരത്തും, അത് ഞങ്ങൾ സ്വന്തമാക്കും എന്നിങ്ങനെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏകാധിപത്യ സ്വരം. ഒരു രാഷ്ട്രീയക്കാരൻ്റെ നയതന്ത്രത്തെക്കാൾ ബിസിനസ്സുകാരൻ്റെ കൗടില്യം നിറഞ്ഞതാണ് ട്രംപിൻ്റെ പ്രസ്താവന. വൈറ്റ് ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഗാസയെ സ്വന്തമാക്കുമെന്ന വാദം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയത്. ഗാസ ഇപ്പോൾ തകർന്നടിഞ്ഞ ഒരിടം മാത്രമാണ്, അത് US സ്വന്തമാക്കും. ആവശ്യമെങ്കിൽ US സൈന്യത്തെ അയക്കും. അവശേഷിക്കുന്ന കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തും. പൊട്ടാത്ത ബോംബുകളും ആയുധങ്ങളും നിർവീര്യമാക്കും. എന്നിട്ട് ഗാസയെ കടൽത്തീര സുഖവാസ കേന്ദ്രമാക്കും. ഹമാസ് ഉൾപ്പെടെ ആരും അവിടെ ഉണ്ടാവില്ല. ദീർഘകാല ഉടമസ്ഥാവകാശമാണ് US ലക്ഷ്യമിടുന്നത്. ഇതൊന്നും അത്ര എളുപ്പത്തിലെടുത്ത തീരുമാനമല്ല. ഗാസയെ US ഏറ്റെടുക്കണമെന്ന ആശയത്തെ പലരും ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞു. മറ്റു മാർഗങ്ങളില്ലാത്തതിനാലാണ് പലസ്തീനികൾ ഗാസയിലേക്ക് മടങ്ങിയെത്തുന്നത്. അവർ സമ്പന്നമായ അറബ് രാജ്യങ്ങളിലേക്ക് പോകട്ടെ എന്ന വാദവും ട്രംപ് ആവർത്തിച്ചു. US സന്ദർശനത്തിനെത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഒപ്പമിരുത്തിയായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയും ട്രംപ് ഇക്കാര്യം ആവർത്തിച്ചു. ഗാസയെ കൈവശപ്പെടുത്താൻ പോവുകയാണ്, അത് വിലയ്ക്ക് വാങ്ങേണ്ട കാര്യമില്ല, വാങ്ങാനൊന്നും അവിടെ ഇല്ല, ഞങ്ങൾ അതിനെ സ്വന്തമാക്കും, ഞങ്ങളതിനെ പരിപോഷിപ്പിക്കാൻ പോവുകയാണ്. മിഡിൽ ഈസ്റ്റിലെ ആളുകൾക്ക് വേണ്ടി ഗാസയിൽ ധാരാളം തൊഴിലുകൾ സൃഷ്ടിക്കും. ഗാസയിൽ വളരെ ദുസ്സഹമായ ജീവിതമാണ് പലസ്തീനികൾ നയിക്കുന്നത്. അതിനാൽ ഗാസ വിടുന്നതിൽ അവർക്ക് സന്തോഷമേ ഉണ്ടാകുകയുള്ളൂവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ട്രംപ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, ഇതൊന്നും അത്ര എളുപ്പത്തിലെടുത്ത തീരുമാനമല്ല. ജെറുസലേം ഇസ്രായേലിന്റെ തലസ്ഥാനമായിരിക്കുമെന്നും ജൂതർ കുടിയേറിയ പശ്ചിമതീരത്തെ 30% പ്രദേശവും ഇസ്രായേലിന്റെ ഭാഗമായിരിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചത് ആദ്യ ഭരണനാളിലാണ്. അന്നും ഇതിനെല്ലാം സാക്ഷിയായി നെതന്യാഹു വൈറ്റ് ഹൗസിലുണ്ടായിരുന്നു. ടെൽ അവീവിൽ നിന്ന് അമേരിക്കൻ എംബസി ജെറുസലേമിലേക്ക് മാറ്റിയതും ട്രംപ് ഭരണകൂടമാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഹമാസ് ആക്രമണം കഴിഞ്ഞതിന് പിന്നാലെ ഇസ്രായേൽ ഇന്റലിജൻസ് മന്ത്രാലയം ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. പലസ്തീനികളെ തുടച്ചു നീക്കി ഗാസയെ ശുദ്ധീകരിക്കണമെന്നതായിരുന്നു അതിന്റെ കാതൽ. ഗാസയിൽ നിന്ന് പലസ്തീനികളെ ബലം പ്രയോഗിച്ചും പുറത്താക്കുക, മനുഷ്യവാസം അസാധ്യമാവുന്ന തരത്തിൽ കെട്ടിടങ്ങൾ തകർക്കുക, ഗാസയിലേക്കും പുറത്തേക്കുമുള്ള വഴികളെല്ലാം അടയ്ക്കുക, എല്ലാത്തിനും ഒടുവിൽ ഗാസയെ ഇസ്രായേൽ ഏറ്റെടുക്കുക. ഇതായിരുന്നു റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. അതിന്റെ അമേരിക്കൻ പതിപ്പാണ് ട്രംപ് ഇപ്പോൾ ഉരുവിടുന്നത്. US സൈന്യത്തെ ഉപയോഗിച്ചും ഗാസയെ സ്വന്തമാക്കുക. ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിലെ അമേരിക്കൻ നയം കൂടിയാണ് ഏകപക്ഷീയമായ പ്രസ്താവനയിലൂടെ ട്രംപ് തിരുത്തി എഴുതുന്നത്. ദ്വിരാഷ്ട്ര പരിഹാരം എന്ന നയത്തിന് പകരം അധിനിവേശത്തിന്റെ പുതിയൊരു മാതൃകയാണ് ട്രംപ് ഗാസയുടെ കാര്യത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നെതന്യാഹുവിനെ ഒപ്പമിരുത്തി ട്രംപ് നടത്തിയ പ്രസ്താവന ആരെ പ്രീണിപ്പിക്കാനാണെന്ന് ഇനിയും പറയേണ്ടതില്ല. പലസ്തീനികളെ പുറത്താക്കി ഗാസയെ ഇടിച്ചു നിരത്തി പുതുക്കിപ്പണിത് ലോകജനതയെ അങ്ങോട്ട് ആകർഷിക്കുമെന്നൊക്കെ പറയുന്നത് ഇസ്രായേലിന്റെ ഭാഷ്യം തന്നെയാണ്. കേൾക്കുമ്പോൾ ഫാന്റസിയാണെന്ന് തോന്നുമെങ്കിലും അത്തരമൊരു പ്രസ്താവന ട്രംപിന് നൽകുന്ന ചില ഗുണങ്ങളുണ്ട്. യുദ്ധത്തിന് അറുതി വരുത്തിക്കൊണ്ടുള്ള വെടിനിർത്തൽ കരാറിനെ ട്രംപ് പിന്തുണച്ചത് ഇസ്രായേലിലെ തീവ്ര വലത് സംഘങ്ങളിൽ കടുത്ത അതൃപ്തി സൃഷ്ടിച്ചിരുന്നു. പുതിയ പ്രസ്താവനയിലൂടെ അവരുടെ കോപം തണുപ്പിക്കാൻ ട്രംപിന് സാധിച്ചേക്കും. എന്നാൽ ലോകരാജ്യങ്ങൾക്കിടെ ട്രംപിന് നെതന്യാഹുവിന് ഉണ്ടായേക്കാവുന്ന പൊളിറ്റിക്കൽ ഡാമേജ് വലുതായിരിക്കും. പക്ഷേ അതൊന്നും ട്രംപിനെ അലോസരപ്പെടുത്തുന്ന മട്ടില്ല. കാരണം അമേരിക്ക ആദ്യം എന്ന ഏകധ്രുവ ലോകക്രമം എന്ന സങ്കല്പത്തിനപ്പുറം ചില ബിസിനസ് താല്പര്യങ്ങൾ കൂടിയുണ്ട് ട്രംപിന്റെ ഗാസാവാദത്തിന്. മിഡിൽ ഈസ്റ്റിൽ ട്രംപിനും മക്കളായ എറിക്കിനും ഡൊണാൾഡ് ജൂനിയറിനും മരുമകൻ ജെറാഡ് കുഷ്ണറിനും വലിയ ബിസിനസ് താല്പര്യങ്ങളുണ്ട്. ഗാസയിൽ നിന്ന് പലസ്തീൻ ജനതയെ ഇസ്രായേൽ ഒഴിപ്പിക്കണമെന്ന നിർദ്ദേശം 2024 കുഷ്ണർ മുന്നോട്ട് വെച്ചിരുന്നു. ഗാസയിലെ കടൽത്തീര പ്രദേശം വിലമതിക്കാനാവാത്തതാണെന്നായിരുന്നു കുഷ്ണറുടെ അഭിപ്രായം. അവിടെയുള്ള ജനങ്ങളെ ദക്ഷിണ ഇസ്രായേലിലേക്കോ ഈജിപ്ത് ഉൾപ്പെടെ രാജ്യങ്ങളിലേക്കോ മാറ്റണമെന്നും കുഷ്ണർ നിർദ്ദേശിച്ചിരുന്നു. അതുതന്നെയാണ് ട്രംപിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എറിക്കിന്റെയും ഡൊണാൾഡ് ജൂനിയറിന്റെയും നേതൃത്വത്തിലുള്ള ട്രംപ് ഓർഗനൈസേഷന് ഏറെ ബിസിനസ് താല്പര്യങ്ങളുടെ മേഖലയാണ് മിഡിൽ ഈസ്റ്റ്. സൗദി അറേബ്യയിലെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ഡാർക്ക് ഗ്ലോബലുമായി നിരവധി കരാറുകളിൽ പങ്കാളിയാണ് ട്രംപ് ഓർഗനൈസേഷൻ. ഒമാനിലെ ആഡംബര ഹോട്ടലിന്റെയും ഗോൾഫ് റിസോർട്ടിന്റെയും നിർമ്മാണം പുരോഗമിക്കുകയാണ്. ജിദ്ദയിലെയും ദുബായിലെയും ട്രംപ് ടവർ പ്രോജക്റ്റുകളും കരാറിന്റെ ഭാഗമാണ്. 2005 ദുബായിൽ ഹോട്ടലും അപ്പാർട്ട്മെന്റുകളും ഉൾപ്പെടുന്ന ഒരു പ്രോജക്റ്റ് പ്രഖ്യാപിച്ചിരുന്നു.
എന്നാൽ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് 2011 അത് റദ്ദാക്കി. പക്ഷേ 2017 ആദ്യ ഭരണനാളിൽ തന്നെ ട്രംപ് ദുബായിൽ ആഡംബര ഗോൾഫ് ക്ലബ്ബ് ആരംഭിച്ചു. യുഎയിലെ ശതകോടീശ്വരനും വ്യവസായിയുമായ ഹുസൈൻ സജാനിയുടെ ഡമാക് പ്രോപ്പർട്ടീസുമായി കൈകോർത്തായിരുന്നു പദ്ധതി നടപ്പാക്കിയത്. ഇക്കുറി അധികാരമേറ്റപ്പോഴും സജാനിയെയും സംഘത്തെയും ട്രംപ് മറന്നില്ല. യുഎസിൽ പുതിയ ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കാൻ $20 ബില്യൺ നിക്ഷേപം ഡമാക് നടത്തുമെന്ന് സജാനിയെ ഒപ്പം ഇരുത്തി ട്രംപ് അറിയിച്ചു. അവിടെയും തീരുന്നില്ല ബിസിനസ്. സൗദിയിലെ ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ടതും വിവാദങ്ങളിൽ ഉൾപ്പെട്ടതുമായ LAV ഗോൾഫുമായും ട്രംപ് ഓർഗനൈസേഷൻ സഹകരിക്കുന്നുണ്ട്. ലോകമെങ്ങും നിരവധി ഗോൾഫ് കോഴ്സുകൾ സ്വന്തമായുള്ള ട്രംപ് ഓർഗനൈസേഷന് യുഎസിൽ വിവിധ ടൂർണമെന്റുകൾ നടത്തുന്നതിന് LAV സാമ്പത്തിക സഹായവും നൽകുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ കുഷ്ണറുടെ ഇക്വിറ്റി സ്ഥാപനമായ അഫിനിറ്റി പാർട്ട്നേഴ്സിന് സൗദിയുമായും അവരുടെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് PIFുമായും ബന്ധമുണ്ട്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ചെയർമാനായ PIFന് $2 ബില്യൺ നിക്ഷേപമാണ് അഫിനിറ്റിയിലുള്ളത്. ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി, അബുദാബി ആസ്ഥാനമായ ലുനേറ്റ് ഉൾപ്പെടെ കമ്പനികൾക്കും അഫിനിറ്റിയിൽ നിക്ഷേപമുണ്ട്. കുഷ്ണറുടെ ബിസിനസ് താൽപ്പര്യങ്ങളിൽ നിന്ന് ഇസ്രായേലിനെയും മാറ്റി നിർത്തിയിട്ടില്ല. ഫീനിക്സ് ഹോൾഡിംഗ്സ്, ലോമോ ഗ്രൂപ്പ് ഉൾപ്പെടെ ഇൻഷുറൻസ് കമ്പനിയിൽ കുഷ്ണറിന് നിക്ഷേപ പങ്കാളിത്തമുണ്ട്. സാമ്രാജ്യത്വ അധിനിവേശ നയം വെളിപ്പെടുത്തിയാണ് ട്രംപ് രണ്ടാം ഭരണം തുടക്കമിട്ടത്. പനാമ കനാൽ ഏറ്റെടുക്കും, കാനഡയെ US സംസ്ഥാനമാക്കും, ഗ്രീൻലാൻഡ് കീഴ്പ്പെടുത്തും എന്നിങ്ങനെ പ്രഖ്യാപനങ്ങളും അനധികൃത കുടിയേറ്റക്കാരെ ചങ്ങലയ്ക്കിട്ട് സൈനിക വിമാനത്തിൽ അയക്കുന്നതുമൊക്കെ അതിൻ്റെ ഉദാഹരണമാണ്. അതിൻ്റെ ചൂട് പിടിച്ചാണ് ഗാസ സംബന്ധിച്ച പ്രഖ്യാപനം. പക്ഷേ അതൊന്നും അത്ര എളുപ്പമല്ല. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ധനസഹായം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈജിപ്തും ജോർദാനും എതിർദിശയിലാണ്. US സഹായം നിലയ്ക്കുന്നത് ഇരു രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കുമെങ്കിലും ഗാസയുടെ കാര്യത്തിൽ അവർ ഇതുവരെ സന്ധി ചെയ്തിട്ടില്ല. ട്രംപിനെ അനുകൂലിച്ചാൽ ഗാസയും പലസ്തീനെയും അനുകൂലിക്കുന്ന രാജ്യത്തെ ജനതയുടെ എതിർപ്പും അവർക്ക് നേരിടേണ്ടി വരും. ഗാസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കരുതെന്ന നിലപാടാണ് ജോർദാനുള്ളത്. ഇക്കാര്യം അബ്ദുള്ള രണ്ടാമൻ വ്യക്തമാക്കിയിരുന്നു. പലസ്തീൻ ജനതയുടെ അവകാശങ്ങളുമായി പൊരുത്തപ്പെടുന്ന തരത്തിലൊരു പുനർനിർമ്മാണമാണ് ഈജിപ്ത് മുന്നോട്ട് വയ്ക്കുന്നത്. പലസ്തീനികൾക്ക് പ്രത്യേക രാജ്യം അനുവദിക്കുന്നതുവരെ ഇസ്രായേലുമായി സന്ധി ചെയ്യാനാവില്ലെന്നാണ് സൗദിയുടെയും നിലപാട്. നാറ്റോ സഖ്യകക്ഷികളായ ജർമ്മനിയും ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെ രാജ്യങ്ങളും ട്രംപിന്റെ ആശയത്തോട് എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒന്നേയുള്ളൂ, ഗാസയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് US ഇസ്രായേലോ മറ്റേതെങ്കിലും രാജ്യമോ അല്ല. അതിന് അവകാശം പലസ്തീൻ ജനതയ്ക്ക് മാത്രമാണ്.